ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 3G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്ക് ജനറൽ സർവീസ് ആയിട്ടാണ് കയറ്റിയാണ്. ജനറൽ സർവീസ് അതേപോലെ മിറർ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്, വീൽ ബെയറിംഗ് ചെക്കപ്പ്, ഫ്രണ്ട് സൈഡിൽ നിന്നൊരു സൗണ്ട് പറയുന്നുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് ഒന്ന് മാറ്റിയേക്കണം. സെൽഫ് സൗണ്ട് പറയുന്നുണ്ട്, അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിലവിൽ നമുക്ക് ഇത്രയും വർക്കാണ് പറഞ്ഞത്. അപ്പോൾ വണ്ടി നമ്മൾ ഓടിച്ച് നോക്കുന്ന സമയത്ത് ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്കൊരു സൗണ്ടായിട്ട് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മീറ്റർ കേബിൾ ഉണ്ടല്ലോ, മീറ്റർ കേബിൾ പൊട്ടാറായ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ കിടക്കണേ. കാരണം മീറ്റർ കറങ്ങുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു കിരീരിന്ന് സൗണ്ട് വരുന്നുണ്ട് മീറ്ററിൻ്റെ ഭാഗത്ത്. പിന്നെ നിലവിൽ ഫ്രണ്ട് ബുഷൊക്കെ ഒന്ന് അയച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. നിലവിൽ അതിൻ്റെ ചെറിയൊരു ഷേക്ക് ഫ്രണ്ടിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അതല്ലാണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഫ്രണ്ട് ടയർ തീർന്ന് കിടക്കണം, അപ്പോൾ അതിൻ്റെ ഒരു പാളൽ ഫ്രണ്ട് കാണിക്കുന്നുണ്ട്. അതല്ലാതെ നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് വേറെ സൗണ്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. സർവീസിൻ്റെ ഭാഗമായിട്ട് ജനറൽ സർവീസിന് വേണ്ടിയിട്ട് നമ്മൾ കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈനറൊക്കെ കമ്പനി ലൈനർ കിടക്കണം, ഹോണ്ടയുടെ ഒറിജിനൽ ലൈനറാണ്. അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ബാക്ക് വീൽ പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റിലാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഗിയർ ബോക്സിൽ ഓയിൽ നമ്മൾ നോക്കി നല്ല ഓയിലാണ്. ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ ആയാലും പുതിയ ടയർ കിടക്കണം കേട്ടോ. ഹബിൻ്റെ ഭാഗത്തായാലും വേറെ പ്രോബ്ലം ഇല്ല. നമുക്ക് ഫ്രണ്ടിൽ ടയർ ഇടുന്ന സമയത്ത് വണ്ടിയുമ്പോൾ ഇപ്പോൾ നിലവിൽ കിടക്കുന്ന ടയർ ആ മോഡൽ ടയറിന് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ഫ്രണ്ടിൽ കേട്ടോ, സാപ്പർ മോഡൽ എന്ന് പറയാം. അതേപോലെ തന്നെ ഇടണമാണ് കുറച്ചുകൂടി നല്ലത് കേട്ടോ. അതല്ലെങ്കിൽ കട്ട കൂടുതലുള്ള ഒന്ന് വെട്ടലൊക്കെ കാണിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം. പിന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട്, ഒന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യുന്നുണ്ട്. പുതിയ ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അത് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്തിട്ടാൽ മതി. അതേപോലെ തന്നെ CVT ക്ലച്ചിൻ്റെ ഭാഗം ജനറൽ സർവീസിൻ്റെ കൂട്ടത്തേക്കൂടെ നമ്മൾ ഓൾറെഡി ജനറൽ സർവീസിലുള്ളതാണ്, റൊട്ടീൻ ചെക്കപ്പിന് വേണ്ടി നമ്മൾ അഴിച്ചാണ്. അതിനകത്ത് നമ്മൾ ഓരോ പാർട്സും നമ്മൾ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നോക്കുന്നുണ്ട്, റോളർ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നിലവിൽ ബെൽറ്റ് വണ്ടി വന്നപ്പോൾ ഉള്ള ബെൽറ്റാണ്, വേറെ ഡാമേജ് ഒന്നുമില്ല, കിടന്ന് ഓടിക്കോട്ടെ, കുഴപ്പമില്ല. പിന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു. ബെൻഡെക്സിൻ്റെ ഈ സൈഡ് ചെറിയൊരു ടച്ചിങ് പോലെ വന്നിട്ടുണ്ട്, അതാണ് ചെറിയൊരു സൗണ്ട് വ്യത്യാസം പറയണത് അതിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല, അതിനുള്ള പ്രോബ്ലം വണ്ടിക്ക് ഇല്ല കേട്ടോ. പിന്നെ അതിൻ്റെ ക്ലച്ച് യൂണിറ്റൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു, വേറെ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി. വേരിയേറ്റർ ബോഡി ബോസ്റ്റൊക്കെ ആയാലും നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ. പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്ത് വേറെ ലീക്കേജൊന്നുമില്ല. ആക്സിലേറ്റർ കേബിൾ, ചോക്ക് കേബിൾ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിൾ പൊട്ടിക്കൊരു ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ വേറെ കാര്യമായിട്ടുള്ള പ്രശ്നമായിട്ടില്ല, ചെറിയൊരു ടൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാനുണ്ട്. നിലവിൽ ഗ്രീസ് ചെയ്യാനുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ ഫ്രണ്ട് ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്, അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ഈ സ്പീഡോമീറ്ററിൻ്റെ കേബിളൊന്ന് മാറ്റിയിടാൻ നന്നായിരിക്കും. കാരണം ഇപ്പോൾ നിലവിൽ മീറ്റർ വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ ഓടുന്ന സമയത്ത് സൗണ്ട് വ്യത്യാസം കാണിക്കുന്നുണ്ട്. അത് കേബിൾ തൊട്ടടുത്ത് തന്നെ പൊട്ടാറായ ഒരു സിറ്റുവേഷനിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എസ്റ്റിമേറ്റ് ഞാൻ കേബിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പിന്നെ ബാറ്ററി ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. ബാറ്ററി നമുക്ക് ഇതുമ്പോൾ ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്, 2026 ബാറ്ററി, പുതിയ ബാറ്ററിയാണ് കേട്ടോ, പുത്തൻ ബാറ്ററിയാണ്. അതിൻ്റെ വോൾട്ടൊക്കെ നമ്മൾ നോക്കി, വോൾട്ട് മാക്സിമം 12.97 വരെയൊക്കെ കിട്ടുന്നുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മിറർ പൊസിഷൻ ചെറിയൊരു വ്യത്യാസം ഉണ്ടാകുന്ന റെഡിയാക്കി ചെയ്യാം. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് അതിനൊന്ന് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. എഞ്ചിൻ ഓയിൽ നല്ല ഓയിലാണ്, നമ്മൾ നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ. വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളാം. ഏകദേശം നമുക്കൊരു 6 മണിക്ക് ആവും തീരുമ്പോഴത്തേക്കും. അതിന് മുമ്പാവാണെങ്കിൽ ഞാൻ വിളിച്ചോളാം. ഓക്കെ.